ബാലൻ വാങ്ങിക്കൊടുത്ത മനോഹരമായ സാരി എടുത്ത് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അലീന പടിയിറങ്ങാണ്. അങ്ങനെ സങ്കടം സഹിക്കവയ്യാതെ ബബിത അടുക്കളയിലേക്ക് പോയി നിന്ന് പൊട്ടിക്കരയുന്നു കേട്ടോ. എല്ലാവരും പൊട്ടിക്കരയാണ്. ഭയങ്കര സങ്കടത്തോടെ കൂടിയാണ് അലീനയും അവിടെ നിന്ന് പടിയിറങ്ങി പോണത്. അങ്ങനെ അലീന പോയിട്ട് കുറച്ച് നാൾ കഴിയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രോഹിത്തും ബബിതയൊക്കെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ സമയം നമ്മുടെ കൃഷ്ണമോളും അവിടെ നിന്ന് പഠിക്കായിരിക്കും. അങ്ങോട്ടേക്ക് വൈജ വരുന്നുണ്ട്. ഇപ്പോഴാണ് ഈ വീടൊരു വീടായത് എന്ന് പറയുമ്പം ബബിത ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ഞങ്ങൾ എല്ലാ ജോലികളും ചെയ്ത് അനുസരണയോട് ജീവിക്കുകയായിരുന്നു, അപ്പോൾ ഈ വീടൊരു വീടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു രക്ഷി ഇറങ്ങി പോയില്ലേ, അതോടുകൂടിയാണ് ഈ വീട് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതിനൊക്കെ ഒരുപാട് അനുഭവിക്കും, അമ്മ ചേച്ചിയെ പറഞ്ഞ ഓരോ വാക്കിനും അമ്മ ഇനി സങ്കടപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയുമ്പം എന്താടി നീ എന്നെ തന്നെ പ്രാഗുവാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പ്രാഗിയതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. ഒരു മനുഷ്യനെയും ഇങ്ങനെ വില കുറച്ച് കാണണ്ട. അവരെല്ലാം നമ്മുടെ ജീവിതമായിട്ടൊക്കെ ഏതെങ്കിലും രീതിക്കൊക്കെ ബന്ധമുള്ളവരായിരിക്കും. എന്ത് ബന്ധമാടി അവൾക്ക് ഞാനുമായിട്ട് എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, അമ്മയുടെ അടിയുണ്ടാക്കാൻ എനിക്ക് വയ്യ, അമ്മ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനാണെന്ന് പഠിക്കാൻ തുടക്കുന്നുണ്ട്. ഈ സമയം വൈകി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി കഥ അടയ്ക്കാൻ കേട്ടോ. എന്നിട്ട് മനസ്സിലിരുന്നങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവളൊന്ന് പോകാൻ നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ. നമ്മുടെ ആഗ്രയിൽ വെച്ചുണ്ടായ വേറെ ജീവിതം ജീവിച്ചില്ലേ ആണെടുത്തിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിക്ക് സംഭവിച്ച എല്ലാ ട്രാജഡീസും അവൾ പറഞ്ഞത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുകയായിരുന്നല്ല വൈജ. ആ ഒരു സംഭവമെല്ലാം ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ ഓർക്കാണ്, എൻ്റെ ഈശ്വര, ഇനി അവളെങ്ങാണം എന്നോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് കൃഷ്ണമോളോട് ഇതെങ്ങാണം പറഞ്ഞു കാണുമോ എന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ അവിടുന്ന് പഠിക്കുമ്പം നമ്മുടെ ബബിതയും രോഹിത്തും ചോദിക്കുകയാണ്, എടി അന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, എല്ലാവരെക്കാട്ടിലും എന്തുകൊണ്ടാണ് അലീന ചേച്ചി ഇവിടുന്ന് പോണേന്ന് നിനക്കറിയാമെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്, സത്യം പറ, എന്താണ് കാരണം? അത് മാത്രമല്ല അമ്മയോട് നീ പറഞ്ഞല്ലോ അമ്മ പിന്നീട് ഒരുപാട് വിഷമിക്കുമെന്ന്, അതിനൊക്കെ കാരണമെന്ന് ചോദിക്കുമ്പം ബുക്ക് മടക്കി വെച്ചിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഈ സമയത്ത് ബബിതയും രോഹിത്തും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് അറിയണം, ഇതിനിടയിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, നീ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയാ മറക്കുക, സത്യം പറടി, എന്താ മറക്കുന്നേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞങ്ങൾക്കറിയാം നിനക്ക് എന്തൊക്കെയോ അറിയാമെന്ന്, അന്ന് മുതലേ ഞങ്ങൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, സത്യം പറടി, എന്താടി കാര്യം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചേച്ചി ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല. അതൊന്നുമല്ല, എന്തൊക്കെയോ ഉണ്ട്, നീയും എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇവിടെ, ഞങ്ങളറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു, പക്ഷെ പിന്നീട് അറിഞ്ഞത് അതൊന്നും സത്യമല്ലെന്ന്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഞെട്ടി, പക്ഷെ നിനക്ക് മാത്രം യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. അതിനർത്ഥം നിനക്ക് ആ സംഭവം നേരത്തെ അറിയാമെന്നല്ലേ? അത് മാത്രമല്ല, അലീന ചേച്ചിയെക്കുറിച്ചുള്ള എന്തൊക്കെയോ രഹസ്യങ്ങൾ നിനക്കറിയാം, സത്യം പറടി എന്താണെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല ചേച്ചി എന്ന് പറയാൻ കേട്ടോ. അല്ല എൻ്റെ പൊന്നു മോളല്ലേ, ഞങ്ങളോട് പറ, അലീന ചേച്ചി നമ്മളുടെ ആരാ, ശരിക്കും നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടുന്ന് കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാകുന്നു കേട്ടോ. കൃഷ്ണമോള് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാ, നമ്മുടെ കൂടെപ്പിറപ്പാ എന്ന് പറയുമ്പം നമ്മുടെ ബബിത ചോദിക്കുകയാണ്, അപ്പം ശരിക്കും അച്ഛൻ്റെ മകൾ തന്നെയല്ലേ, അച്ഛൻ നമ്മളോട് വീണ്ടും കള്ളം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല ചേച്ചി, അച്ഛൻ്റെ മകളല്ല. രോഹിത് ചോദിക്കുകയാണ്, പിന്നെ ചേച്ചി നമ്മുടെ അമ്മയുടെ മകളാ എന്ന് പറയുമ്പം രണ്ടുപേരും ഞെട്ടി വിറയ്ക്കുകയാണ്. നീ എന്താ കൃഷ്ണപിള്ള പറഞ്ഞത്, അമ്മയുടെ മകളോ? അതേ ചേച്ചി, നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണ് അലീന ചേച്ചി, രോഹിത്തേട്ടന് മുമ്പേ ഉള്ള കുട്ടിയാ എന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് ഇവിടെ എന്താ ആർക്കൊന്നും അറിയാത്തത്? അമ്മ പിന്നെ എന്തിനാ അലീന ചേച്ചിയോട് ഇത്രയ്ക്കും ക്രൂരത കാണിക്കുന്നേ, ഇത്രയ്ക്കും ദേഷ്യം കാണിക്കുന്നത്? അമ്മയുടെ സ്വന്തം മോളല്ലേ അലീന ചേച്ചി എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അതിന് ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ അത് അമ്മയാണെന്ന്, അമ്മയ്ക്ക് അറിയില്ല അത് മകളാണെന്ന്. താൻ പ്രസവിച്ച മകളോടാണ് ഇങ്ങനെയൊക്കെ ക്രൂരത കാണിക്കുന്നതെന്നും ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്നതെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇതെന്ത് കഥ, വല്ല കടങ്കഥയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണനെ, നീ ശരിക്കും തെളിച്ചു പറ എന്ന് പറയുമ്പോഴേക്കും രോഹിയേട്ടാ, ഞാൻ പറഞ്ഞത് രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്കണം, മാത്രമല്ല നമ്മളിൽ നിന്നും ഈ രഹസ്യം പുറത്തറിയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ കേൾക്കാം, കാര്യം പറ എന്ന് പറയുമ്പം നമ്മുടെ അമ്മയ്ക്ക്
വിവാഹത്തിന് മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അന്ന് ആഗ്രയിൽ വെച്ച്. അമ്മ അവിടെ നിന്ന് ജോലി ചെയ്യായിരുന്നു. ഈ സമയത്ത് ഒരു പട്ടാളക്കാരനായിട്ട് അമ്മ റിലേഷനിലാവുകയും രണ്ടുപേരും ലിവിങ് ടുഗറിലാവുകയും ചെയ്തു. അവിടെ വച്ച് അമ്മ ഗർഭിണിയായി 8 മാസം. അതിനുശേഷം നമ്മുടെ അല്ല ചേച്ചിയുടെ അച്ഛൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ നാട്ടിലേക്ക് പോന്നു. അവിടെ വച്ച് ഒരു ആക്സിഡൻറ്റുമായി. അങ്ങനെ അവിടെ കൂടെ ചേച്ചിയുടെ അമ്മയുടെ കാമുകനില്ലെന്ന് അറിഞ്ഞ നമ്മുടെ അമ്മയുടെ അച്ഛനും അമ്മയുടെ സഹോദരന്മാരൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ, ഒരു ജീപ്പ് വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ അമ്മയെ പിടിച്ചു വലിച്ച് കൊണ്ടുവരായിരുന്നു. അങ്ങനെ വേറെ എവിടെയോ കൊണ്ടുവന്ന് ആ കുട്ടീനെ പ്രസവിപ്പിച്ചു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് നമ്മുടെ അലീന ചേച്ചി എന്ന് പറയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ അവർ ഉപേക്ഷിച്ചു. ശേഷം നമ്മുടെ അമ്മയോട് പറഞ്ഞിരുന്നത് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു മകളുള്ള കാര്യം പോലും അറിയാത്തത് എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അയ്യോ, വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. അപ്പോൾ ശരിക്കും അമ്മ പ്രസവിച്ച മകൾ തന്നെയല്ലേ അലീന ചേച്ചി? അതെ, നമ്മുടെ അമ്മ പ്രസവിച്ച മകളാ. പക്ഷെ അമ്മയ്ക്ക് ഈ നിമിഷം വരെ ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്ന് പോലും അറിയില്ല. അലീന ചേച്ചി മകളാണെന്ന് പോയിട്ട് താൻ പ്രസവിച്ചു കൊച്ചു ജീവനുണ്ടോയെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുമ്പം രോഹി പറയാണ്, അല്ല പിന്നെ അങ്ങനെ നമ്മുടെ അച്ഛനോട്ട് വിവാഹം എന്ന് ചോദിക്കുമ്പം അങ്ങനെ കൊല്ലപ്പള്ളിക്കാരെല്ലാം കൂടി പ്രസവരക്ഷയെല്ലാം നടത്തിയതിന് ശേഷം അമ്മേനെയും കൂട്ടി നേരെ കൊല്ലപ്പള്ളിക്ക് വന്നു. ആ സമയത്ത് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. ആ ഡിപ്രഷനിൽ നിന്നൊക്കെ ഒന്ന് അമ്മ കരകയറി വന്നപ്പോൾ നമ്മുടെ അച്ഛൻ പോയിട്ട് കല്യാണം ആലോചിച്ചു. അതും ഒരു സത്യങ്ങളും അറിയാതെ. ആലോചിച്ചപ്പോൾ തന്നെ വീട്ടുകാരെല്ലാം സമ്മതിച്ചു. പക്ഷേ അമ്മ മാത്രം സമ്മതിച്ചില്ല. അമ്മേനെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മതിപ്പിച്ച് അവരച്ഛനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. പക്ഷെ അച്ഛന് അമ്മ പ്രസവിച്ച കാര്യമൊന്നും തന്നെ അറിയില്ല. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ കൊണ്ട് ക്ലോസ് ആയി. അലീന ചേച്ചിയുടെ അച്ഛനാണെങ്കിലോ പിന്നീട് ഇന്നേ വരെ അമ്മേനെയോ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നിട്ടില്ല. 2 തവണ വന്നപ്പോഴും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീട് ഉണ്ടായ ആക്സിഡന്റ് പോലും കൊല്ലപ്പള്ളിക്കാർ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. ആ ഒരു ആള് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അവർ കല്യാണത്തിന് സമ്മതിക്കാത്തത്. ശരിക്കും ഒരു ദുരഭിമാനക്കൊല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതല്ലേ പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെയായിരുന്നു അവരുടെ കാര്യവും. സ്നേഹിച്ച് അവർ ഗർഭിണിയായിട്ട് പോലും ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും അവരെ ഒന്നിക്കാൻ അവർ സമ്മതിച്ചില്ല, കൊല്ലപ്പള്ളിക്കാരും. അതുപോലെ തന്നെ ആ പറഞ്ഞ അലീന ചേച്ചിയുടെ അച്ഛൻ്റെ വീട്ടുകാരും. അങ്ങനെയാ അതൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരു ട്വിസ്റ്റായി പോയല്ലോ. അല്ല, അച്ഛനപ്പോൾ ഒന്നും അറിയില്ല അല്ലേ? പാവം അച്ഛൻ. അമ്മ ചതിച്ചതാണെന്ന് അച്ഛൻ അറിഞ്ഞാൽ എന്ത് വിഷമമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പം കൃഷ്ണ പറയാണ്, അച്ഛൻ അതല്ല അറിഞ്ഞു. അയ്യോ, അച്ഛൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം നമ്മുടെ അലീന ചേച്ചി അന്ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലേ? കൊല്ലപ്പള്ളിക്ക് വന്നത് തന്നെ കുഞ്ഞിരാമൻ മേനോൻ, അതായത് നമ്മുടെ അമ്മയുടെ അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അലീന ചേച്ചിയാണ് മകളെന്നുള്ള കാര്യം വളർന്ന് ഇത്രയും വലുതായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് വന്ന് നിൽക്കുകയാണെന്നൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ട് മരിക്കാൻ നേരം ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊല്ലപ്പള്ളിയിൽ ജോലിക്കാരിയാക്കിക്കൊണ്ട് നിർത്തിയത്. അതിനുശേഷം മുത്തച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു. അലീന ചേച്ചി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സ്വന്തം അമ്മ വിട്ട് പോകാനുള്ള മടി കൊണ്ടാ പാവം ഇത്രയും കാലം ഇവിടുന്ന് പോകാതിരുന്നത്. രേവതിക്കുട്ടിയുമായിട്ടുള്ള ഫോൺ ചാറ്റിങ് അച്ഛൻ പിടിച്ചു. അങ്ങനെയാ സ്വന്തം മകളാണെന്നുള്ള കാര്യം, സ്വന്തം ഭാര്യയുടെ അവിഹിത സന്തതിയാണെന്നുള്ള കാര്യം അച്ഛൻ അറിയുന്നത്. അന്ന് രോഹിത്തേട്ടനൊക്കെ ആയിട്ടുള്ള പ്രശ്നത്തിൽ ചേച്ചി ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? അപ്പോഴും അച്ഛൻ ഒളിഞ്ഞെന്ന് ഇവർ സംസാരം കേട്ടിരുന്നു. അന്നേ അച്ഛൻ ഡൗട്ട് അടിച്ചിട്ടാണ് അവർ കോൾ റെക്കോർഡിങ്സ് ഒക്കെ സ്വീകരിച്ചത്. അതിൽ നിന്നും ശരിക്കും അലീന ചേച്ചി അമ്മ പ്രസവിച്ച മകളാണെന്ന് അച്ഛൻ മനസ്സിലാക്കായിരുന്നു. ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ പാവം തകർന്നു പോയി. അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് അച്ഛനൊന്ന് നീലഗിരിക്കൊരു യാത്ര പോയത് ഓർക്കുന്നുണ്ടോ? അവിടെ ചെന്ന് നമ്മുടെ വല്യമ്മാവനെയൊക്കെ കണ്ടു. അവിടുന്ന് തിരിച്ചു വന്ന് അമ്മേനെയും അലീന ചേച്ചിനെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സങ്കടവും വിഷമവും ടെൻഷനും എല്ലാം കൂടെ മനസ്സിൽ ഒതുങ്ങിയതിൽ നിന്ന് വീർത്ത് പൊട്ടി. അന്ന് അങ്ങനെയാ നമ്മുടെ അച്ഛന് അറ്റാക്ക് ഉണ്ടായത് എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് എന്തിനാണ് അലീനെ ശിക്ഷിക്കുന്നത്, അവളൊന്നും തെറ്റ് ചെയ്തെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ചേച്ചിയെ സംരക്ഷിക്കാൻ പിന്നെ അച്ഛൻ തീരുമാനിക്കുന്നത്, നമ്മുടെ അമ്മയുമായിട്ട് അകലാനും. അങ്ങനെ അകന്നതിന് ശേഷമാണ് ഇവിടെയുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. അച്ഛൻ്റെ ഭാഗം പറയുമ്പം അത് ന്യായമല്ലേ? അച്ഛനെ ചതിച്ച് ഇത്രയും വർഷം കൂടെ താമസിച്ചില്ലേ? ഇത്രയും പേരും നമ്മുടെ അച്ഛനെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെ നമ്മുടെ അച്ഛനാണെങ്കിലോ
ഒരു നമ്മുടെ അലിന ചേച്ചിനെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കായിരുന്നു. എല്ലാവരും കൂടി അവിഹിതം സ്ഥാപിച്ചപ്പോഴാണ് അച്ഛൻ സ്വന്തം മകളാണെന്ന് പറഞ്ഞത്. അന്ന് കൊല്ലപ്പള്ളിക്കാരും നമ്മളെല്ലാവരും കൂടി ചേച്ചീനെ ഇവിടെ നടിച്ച് പുറത്താക്കിയില്ലേ, റോഡിലിറക്കി വിട്ടില്ലേ. അന്നാ എന്നെയും കൂട്ടി അച്ഛനും ഞാനും അലിന ചേച്ചിയും കൂടി ഒരു റിസോർട്ടിലേക്ക് പോണത്. അവിടെ വെച്ചാ അച്ഛനെ കണ്ടി സത്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുന്നു കേട്ടോ. വല്ലാത്തൊരു ട്രാജഡി സ്റ്റോറിയാണല്ലോ. പാവം നമ്മുടെ ചേച്ചി. അപ്പോൾ ശരിക്കും നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയായല്ലേ എന്ന് ഭവിത ചോദിക്കുകയാണ്. അതെ, നമ്മളുടെ ചോര തന്നെയാ ചേച്ചി, അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇത്രയ്ക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. പാവം നമ്മുടെ ചേച്ചിയാണെന്ന് അറിയാതെയാണല്ലോ ഇത്രയും കാലം ചേച്ചിയോട് ഞാൻ ക്രൂരത കാണിച്ചത് എന്ന് ബബിത പറയുമ്പം രോഹി പറയാണ്, എനിക്ക് എന്നെ തന്നെ നശിപ്പിക്കാനുള്ള ദേഷ്യമുണ്ട്. ചേച്ചിയാണെന്ന് പോലും അറിയാതെയാ ഞാൻ ചേച്ചിയുടെ ദേഹത്ത് കൈവെക്കാൻ ശ്രമിച്ചത് എന്ന് പറയാൻ കേട്ടോ. അല്ല ചേച്ചി എന്നിട്ടിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം ചേച്ചിയുടെ അച്ഛൻ്റെ അരികിൽ. അത് കേട്ട് വീണ്ടും അവർക്കൊരു ഷോക്കാണ്. അച്ഛനോ? അപ്പം നമ്മുടെ അമ്മയുടെ? അതെ ശരിയാ, അമ്മയുടെ പഴയ കാമുകൻ. ആ കാമുകനടുത്തേക്കാണ് നമ്മുടെ അച്ഛൻ പോയത് സ്വന്തം മകളെ തിരിച്ചേൽപ്പിക്കാൻ. അത് കൊള്ളാലോ, നല്ല ട്വിസ്റ്റായല്ലോ. അതെ, കണ്ടുപിടിച്ച് അഡ്രസ്സ് അന്വേഷിച്ച് പോവുമായിരുന്നു. ചേച്ചിക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാനായിട്ട് സ്വന്തം അച്ഛനരികിലല്ലേ ചേച്ചി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടത്. അങ്ങനെ പോയിട്ട് ആ പട്ടാളക്കാരനെ കണ്ടെത്തി. സ്വന്തം മകളുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം ഇവിടെ വന്നിരുന്നു ചേച്ചിയെ കാണാനായിട്ട്. കണ്ടപാട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അത് തൻ്റെ മകളാണെന്നുള്ള കാര്യം. കാരണം നമ്മുടെ ചേച്ചിക്ക് ആ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അതേ ചായയാ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അവർ വീണ്ടും അങ്ങനെയാ നമ്മുടെ ചേച്ചിനെ കൊണ്ട് ഇവിടുന്ന് പോണത് അച്ഛൻ. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കയറുന്നതെന്നും മോനോച്ച് സംസാരിക്കുന്നതെന്നും. അമ്മ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മറന്നുപോയി. അതെല്ലാം മറന്നിട്ടാ അമ്മ ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കുന്നത്. നമ്മുടെ അച്ഛന് പക്ഷേ സത്യങ്ങളെല്ലാം അറിയാം. അല്ല, നമുക്ക് അമ്മയോട് പറഞ്ഞൂടെ ചേച്ചിയാണ് അമ്മയുടെ സ്വന്തം മകളെന്ന്? അതോടുകൂടി ഈ പ്രശ്നമെല്ലാം അവസാനിക്കുമല്ലോ. ചേച്ചി തിരികെ കൊണ്ടുവരാം, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. അവിടെ ചേച്ചി വലിയൊരു പ്രശ്നമുള്ളത്. എന്ത് പ്രശ്നം? അത് പിന്നെ അച്ഛന് അത് സമ്മതിക്കില്ല. അച്ഛൻ പറഞ്ഞത് എപ്പോഴാണോ ചേച്ചി അമ്മ സത്യം അറിയുന്നത് ആ നിമിഷം അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന. അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് തന്നെ ആയില്ലേ, നമുക്ക് എന്ത് ചെയ്യാനാവും എന്ന് കൃഷ്ണമോളെ ചോദിക്കാണ്. ബബി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരിക്കലും നമ്മുടെ അമ്മ സത്യങ്ങൾ അറിയണ്ടേ? ചേച്ചിയാണ് അമ്മയുടെ മകളെന്ന് അമ്മ അറിയണ്ടേ? എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചേച്ചി ഇവിടുന്ന് പോയത് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കാനാ. ഇവിടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ ചേച്ചി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ചേച്ചി തിരികെ വരുവുള്ളൂ. അതിന് ഏറ്റവും നല്ല ഐഡിയ അമ്മയോട് സത്യങ്ങളെല്ലാം പറയുന്നതല്ലേ കൃഷ്ണ എന്ന് ചോദിക്കുമ്പം അത് വേണ്ട. അമ്മ സത്യം അറിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും. അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കും. അത് വേണോ? നമ്മുടെ അമ്മയും അച്ഛനും ഒരുമിച്ച് വേണ്ടേ? അതാണ് ചേച്ചിയുടെ ആഗ്രഹം എന്നൊക്കെ പറയാണ്. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. അച്ഛനും അമ്മേനെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ചേച്ചി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയാനുണ്ടോ. അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് കൃഷ്ണ പറയുമ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ബബിതയും പറയുന്നുണ്ട്. രോഹിത്തും പറയാണ്, അതെ എന്തൊക്കെയാണെങ്കിലും അമ്മ നമുക്ക് ഇത്ര നല്ലൊരു ചേച്ചി തന്നല്ലോ, നല്ല സ്വഭാവമുള്ള ഒരു ചേച്ചി തന്നെ തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ അമ്മയുടെ സ്വഭാവം മാത്രം എന്താ ഇങ്ങനെ മാറിപ്പോയെന്ന് ചോദിക്കുമ്പം കൃഷ്ണ പറയുന്നുണ്ട്, കുഞ്ഞിലെയൊക്കെ അമ്മ നല്ല സ്വഭാവമായിരുന്നു. പക്ഷേ ഇപ്പറഞ്ഞ അലിനയുടെ അച്ഛൻ ചതിച്ചൊന്നും കരുതിക്കൊണ്ടാ അമ്മ ഇങ്ങനത്തെ സ്വഭാവക്കാരിയായത്. ശരിക്കും അയാളെ ചതിച്ചിട്ട് പോയതല്ല, സ്വന്തം വീട്ടുകാർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെന്നൊന്നും അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല. അറിഞ്ഞാൽ അമ്മ തകർന്നു പോകുമെന്ന് കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ.